ഇനി നമുക്ക് ട്രിഗ്നോമെട്രിയിലെ 3 ഐഡന്റിറ്റീസ് പഠിക്കാം. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1. അത് ഫസ്റ്റ് ഐഡന്റിറ്റി. അടുത്ത ഐഡന്റിറ്റി 1 പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു കൊസീക് സ്ക്വയർ തീറ്റ. അടുത്തത് ടാൻ സ്ക്വയർ തീറ്റ പ്ലസ് 1 ഈക്വൽസ് ടു സീക് സ്ക്വയർ തീറ്റ. ഇത് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഐഡന്റിറ്റീസിന്റെ ഒക്കെ പ്രൂഫ് എന്ന് നോക്കാം. അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1 എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് വന്നത്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1. ഇൻ ട്രയാങ്കിൾ ABC കൺസിഡർ ആംഗിൾ C, then sin C equals to opposite side by hypotenuse. Opposite side is AB, hypotenuse is AC. Then cos C equals to adjacent side by hypotenuse. Adjacent side is BC by hypotenuse is AC. Sin square C is AB square by AC square plus cos square C is BC square by AC square. ഇവിടെ ഡിനോമിനേറ്റേഴ്സ് സെയിം ആണല്ലോ. അപ്പൊ നമുക്കിത് ഇങ്ങനെ എഴുതാലോ, AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ AC സ്ക്വയർ. ഇനി നമുക്ക് ബൈ പൈത്തഗോറസ് തിയറം ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽസ് ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇവിടെ ഹൈപ്പോട്ന്യൂസ് ഇസ് AC സ്ക്വയർ ഈക്വൽസ് ടു ആൾട്ടിറ്റ്യൂഡ് ഇസ് AB സ്ക്വയർ പ്ലസ് ബേസ് ഇസ് BC സ്ക്വയർ. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽസ് ടു AC സ്ക്വയർ എന്ന് കിട്ടിയല്ലോ. അപ്പൊ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ ഈക്വൽസ് ടു AC സ്ക്വയർ ബൈ AC സ്ക്വയർ. AC സ്ക്വയർ ബൈ AC സ്ക്വയർ ഈസ്, ഇത് രണ്ടും ക്യാൻസൽ ആവുമല്ലോ. അപ്പൊ നമ്മുടെ ആൻസർ 1 ആയിരിക്കും. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1 എന്നതിന്റെ പ്രൂഫ് കിട്ടിയല്ലോ നമുക്ക്. ഈ ഫസ്റ്റ് ഐഡന്റിറ്റി യൂസ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ഐഡന്റിറ്റിയും തേർഡ് ഐഡന്റിറ്റിയും പ്രൂവ് ചെയ്യാം. അതായത് സെക്കൻഡ് ഐഡന്റിറ്റി 1 പ്ലസ് കോഡ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു കൊസീക് സ്ക്വയർ തീറ്റ. ഫസ്റ്റ് ഐഡന്റിറ്റി സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽസ് ടു 1. ഇതിലെ എല്ലാ ടേംസും സൈൻ സ്ക്വയർ തീറ്റ ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്യാം. സൈൻ സ്ക്വയർ തീറ്റ ബൈ സൈൻ സ്ക്വയർ തീറ്റ